ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. എന്തൊക്കെയാണ് ഡെയിലി റുട്ടീനിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് മുൻപ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ മാരീഡാണ്, എനിക്കൊരു ബേബി ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ കുഞ്ഞ് നഴ്സറിയിൽ പോകുന്ന ടൈമാണ്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ, ഒരു 10 മണി 10:30 ആ ടൈമൊക്കെ ആകുമ്പോൾ ഞാൻ അവളെ നഴ്സറിയിൽ കൊണ്ട് വിടും. അതിന് ശേഷമാണ്, അതിന് മുൻപ് ബാക്കിയുള്ള വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ടോ അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തീർത്തതിന് ശേഷമായിരിക്കും, കുഞ്ഞിനെ കൊണ്ടുവിട്ടതിന് ശേഷമാണ് പഠിക്കുന്നത്. ഇപ്പോൾ SBI ക്ലർക്കിൻ്റെ മെയിൻസ് കഴിഞ്ഞത് കൊണ്ട് തന്നെ രാവിലെ ഇപ്പോൾ പഠിത്തം വളരെ കുറവാണ്. ഒരു RRBയിലോട്ട് എത്തി വരുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലോട്ട് എടുക്കാൻ എന്ന് പറയുന്നത് കുറച്ചൊരു ടഫായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പതിയെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കുഞ്ഞിനെ വിട്ട് അതിന് ശേഷം വീട്ടിൽ തിരിച്ച് വന്ന് ദെൻ കുറേ കൂടെ കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്തതിന് ശേഷം ഒരു 11 മണി ഒരു 11 മണി 11:30 ആ ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ്, ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ചിന്തിക്കും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ എന്താണ്, ആദ്യം പണ്ടൊരു സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നപ്പോൾ നമ്മൾ ഫുൾ ടൈം സ്റ്റഡി ചെയ്യുന്നു, എന്താണ് പഠിക്കേണ്ടതെന്ന് അപ്പോൾ തോന്നുമ്പോൾ പഠിക്കുന്നു, തോന്നുന്നില്ല എങ്കിൽ പഠിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. പക്ഷേ ആ ഒരു ഫേസ് കഴിഞ്ഞ് ഒരു മാരീഡ് കഴിഞ്ഞിട്ടുള്ള ഒരു പഠിത്തം എന്ന് പറയുന്നത് തികച്ചും വ്യത്യാസമാണ് അല്ലേ? കാരണം നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസും പ്രയോറിറ്റീസും ഒക്കെ ചേഞ്ച് ആവുകയാണ്. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾക്കിടയിൽ പഠിക്കാൻ പറ്റുന്നല്ലോ എന്നുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടുള്ള കാര്യം. കാരണം ഇത്രയും നാളായില്ലേ പ്രിപ്പയർ ചെയ്യുന്നു, ഇതുവരെ ഒന്നും ആയില്ലേ, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമുക്ക് വരാം, അത് സ്വാഭാവികമാണ്. ബട്ട് എന്നാലും ഇത്രയും കാലത്തിനോടിടയിൽ എനിക്ക് പഠിക്കാൻ പറ്റിയല്ലോ, അങ്ങനെയുള്ളത് അത് എന്നെപ്പോലെ ഓരോരുത്തരും കാണും. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ കൂടെ പോകുന്നവർക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മളുടെ പ്രയോറിറ്റീസിനെ സെറ്റ് ചെയ്യാനും പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് കാരണം സമയം നമ്മൾക്ക് ഒരിക്കലും ആരും കൊണ്ടു തരികയില്ല. എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. ആ ഒരു 24 മണിക്കൂറിൽ നമ്മൾക്ക് വേണ്ട ടൈം കണ്ടെത്താൻ ആര് ശ്രമിക്കുന്നു അവർക്ക് മാത്രമാണ് സക്സസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ജേർണൽ റൈറ്റിംഗ് ഉണ്ടെന്ന്. അതിൽ ഞാൻ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള എൻ്റെ ഡ്രീംസ് എന്താണ്, അങ്ങനെയൊക്കെ ഓരോന്നും കുറേ എഴുതി വെക്കും. അങ്ങനെ എഴുതുമ്പോൾ തന്നെ നമ്മൾക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് നമ്മൾക്ക് വേണ്ടത്, എന്താണ് മൈൻഡിന് വേണ്ടത്, സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് മാനിഫെസ്റ്റേഷനിൽ നടക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് അടിച്ച് ലോ ആയിട്ടിരിക്കുന്നവർക്കൊക്കെയും ഫോളോ ചെയ്യാവുന്ന കാര്യമാണ് മാനിഫെസ്റ്റേഷൻ. അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈഫിൽ വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും അത് കൊണ്ടുവരുന്നത്. ദെൻ അതുപോലെ തന്നെ എൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, കുറേ സ്റ്റുഡൻസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ഫാൻസി നോട്ട്സ് ഒക്കെ വെച്ച് വീഡിയോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നോട്ട്സ് ഷെയർ ചെയ്യാമെന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു ഫാൻസി നോട്ട്സോ അങ്ങനെയുള്ള ഒരു റൈറ്റിങ്സോ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഓക്കെ, എൻ്റെ തുടക്ക ഫേസിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു ഓൺലൈൻ കോച്ചിങ്ങിന് ചേർന്നിരുന്നു. ആ ടൈമിൽ അവർ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു. ബട്ട് ഒരു 2-3 ബുക്കൊക്കെ തീർന്ന് എഴുതി കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് ഈ നോട്ട്സ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവുന്നില്ല. ഒന്നാമത് ടൈം വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒന്ന് എഴുതി നോട്ട്സ് ഫുൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു സമയം, ദെൻ അത് കഴിഞ്ഞിട്ട് അതൊന്ന് റിവൈസ് ചെയ്യണം. കാരണം ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ +2 വരെ പഠിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അല്ലേ? +2 വരെ എന്ന് പറയുന്നത് നമുക്ക് നോട്ട്സ് വേണം, ആ നോട്ട്സ് എക്സാമിന് തലേന്ന് റിവൈസ് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലോട്ട് വരുമ്പോൾ നോട്ട്സിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, പ്രത്യേകിച്ച് ബാങ്ക് എക്സാംസിന്. കാരണം നമ്മൾക്കൊന്നും ഓർത്ത് വെക്കേണ്ടതായിട്ടില്ല അല്ലേ? എല്ലാം ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് പോർഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ ആദ്യം പഠിച്ചു കഴിഞ്ഞെങ്കിൽ ദെൻ ആ ഒരു 10 ക്വസ്റ്റ്യൻ എഴുതി വെക്കേണ്ട കാര്യമില്ല. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു PDF അതല്ലെങ്കിൽ കാണുകയാണെങ്കിൽ ഈ സെയിം പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് വേറെ കാണും. അതുകൊണ്ട് തന്നെ എനിക്ക് തുടക്ക സമയത്ത് ചെയ്തിരുന്നെങ്കിലും പിന്നീട്
ചെയ്യേണ്ട എന്ന് കരുതിയ കാരണമാണ് നോട്ട് മേക്കിംഗ്. ഞാനത് ചെയ്യാറില്ല. എന്താണ് ചെയ്യുന്നത്, ജസ്റ്റ് കറണ്ട് അഫയേഴ്സിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നില്ല. അങ്ങനെ ടൈമുള്ളവർ ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ഞാൻ കൂടുതലും സ്മാർട്ട് സ്റ്റഡിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ടൈം ഇല്ലാത്തവർ, അതായത് വർക്കിംഗ് ആയിട്ടുള്ളവരോ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നോട്ട്സ് ഇല്ലാണ്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് ധാരാളം സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഏരിയയിലെ അറിയത്തില്ല എങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് വീഡിയോസ് കിട്ടും. അതിൽ നിന്ന് തന്നെ കോൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് പ്രാക്ടീസ് മോക്കിലെ RRB POയുടെ പ്രിലിംസ് ലെവൽ മോക്ക് ചെയ്യാമെന്ന് കരുതി. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് മോക്സ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു. SBI മെയിൻസ് കഴിഞ്ഞതിൽ തന്നെ കുറച്ച് ഉഴപ്പായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ കുറേ ഫാമിലി ഫങ്ഷൻസ് വന്നു. അങ്ങനെയൊക്കെ മൈൻഡ് ഡൈവേർട്ടായിപ്പോയി. അതുകൊണ്ട് ഇന്നൊരു മോക്ക് ചെയ്യാമെന്ന് കരുതി. ബട്ട് എന്നാലും എൻ്റെ സ്പീഡൊക്കെ വളരെയധികം പോയിട്ടുണ്ട്. എന്നാലും അതിനെയൊന്നും ഇപ്പോൾ ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം സ്പീഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ മോക്സൊക്കെ ചെയ്താൽ അത് സെറ്റാകും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ കൂടുതലും മെയിൻസിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ആ ഒരു ഫോക്കസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇന്നൊരു POയുടെ പ്രിലിംസിൻ്റെ മോക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാമെന്ന് കരുതി, ബാക്കി പ്രിപ്പറേഷനിലോട്ട് പോകാമെന്ന് കരുതി. അത് കഴിഞ്ഞ് ഞാൻ കൗശിക് മോഹന്തി സാറിൻ്റെ മെയിൻസ് പ്ലേലിസ്റ്റിലെ വീഡിയോ ഓൺ ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഫോണിലാണ് കണ്ടത്. അപ്പോൾ അത് സെപ്പറേറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കൗശിക് സാറിൻ്റെ ക്ലാസ്സസ് ആണ്. കാരണം കുറേ കൂടി ക്ലാസ്സസ് എൻ്റർടൈൻ ചെയ്തു വെക്കാൻ സാറിന് പ്രത്യേക ഒരു കഴിവാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നവർക്കൊക്കെ ബോർ ഫീൽ ചെയ്യാതെ പഠിപ്പിക്കാൻ സാറിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും ക്ലാസ്സസ് കാണുന്നത് കൗശിക് സാറിൻ്റെ ക്ലാസ്സസ് ആണ്. ഇത്രയുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു 2:30 ആ സമയമാകും. 2:30 കഴിയുമ്പോഴേക്കും പിന്നെ ഒരു പവർ നാപ്പ് എടുക്കാനുള്ള ടൈം, ഒരു 5-10 മിനിറ്റിൻ്റെ ഒരു പവർ നാപ്പ് എടുത്തതിന് ശേഷം പിന്നീട് കുഞ്ഞിനെ വിളിക്കാൻ പോകാനുള്ള ടൈം ആകും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പകലുള്ള പഠിത്തം സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നീട് അവൾ വന്നു കഴിഞ്ഞ് പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള സമയമേ കിട്ടുകയുള്ളൂ. അതുമല്ല, പിന്നെ ലാപ്പ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ അതിൽ കയറി പണിയാൻ തുടങ്ങും. സോ അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞുള്ള ടൈം പഠിത്തത്തിന് വേണ്ടി കൊടുക്കാറില്ല. ദെൻ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി പോവും. അപ്പോൾ ആൾ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് കിറങ്ങി വരുന്ന ടൈമാണ്. ഞാൻ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് പകുതി ഉറക്കത്തിൽ തന്നെയാണ് എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇത്രത്തോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ എൻഡ് ആവുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.